ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് താമരകളെ പരിചയപ്പെടുത്തി തരാം. ഇത് കണ്ടോ, ഇതാണ് നാടൻ താമര. ഇത് നല്ല ഹൈറ്റിൽ പോയി പിടിക്കുന്നതാണ്. നല്ല നാടൻ താമര, വണ്ടുകൾക്ക് തേൻ കുടിയായിരിക്കുന്നു. ഇത് നാടൻ താമര. ഇത് വൈറ്റ് പിയോണി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്, വൈറ്റ് പിയോണി. പിന്നെ നല്ലൊരു താമരയാണ് അഖില. ഒരാളിനേക്കാളും പൊക്കത്തിലാണ് പോയി പിടിക്കുന്നുണ്ടോ, അതിൻ്റെ ഹൈറ്റ് കണ്ടോ, അതിൻ്റെ ഹൈറ്റ് പോയി പിടിച്ചിരിക്കുന്നുണ്ടോ, ഒരാളിനേക്കാളും ഹൈറ്റിൽ പോയി പിടിക്കും. അതാണ് അഖില. അഖില എന്ന് പറയുന്ന വെറൈറ്റി നല്ലൊരു വെറൈറ്റിയാണ്. ഇതും അഖില തന്നെയാണ്. പിന്നെ ഇത് ലക്ഷ്മി എന്ന് പറയുന്നൊരു താമരയാണ്. ലക്ഷ്മി നല്ല താമരയാണ്, നല്ല ഒരുപാട് പെറ്റൽസ് എല്ലാം ഉള്ള നല്ലൊരു താമരയാണ്. ഇത് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതും നല്ലൊരു സൈസ് താമരയാണ്. പിന്നെ ഇത് അമേരിക്കൻ മലിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി താമര. ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട്, മുട്ടുകളൊക്കെ കണ്ട ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഇതൊരു ബൗൾ ലോട്ടസാണ്, ചെറിയ ബോട്ടിലും പിടിക്കുന്നത്. അതാണ് ബൗൾ ലോട്ടസ്. ഇതാകില. ഇതെല്ലാം വൈറ്റ് പിയോണി വിരിഞ്ഞ് പൊഴിയാറായി, ഇലകളെല്ലാം പൊഴിയാറായി. വൈറ്റ് പിയോണി നല്ല താമരയാണ്, നല്ല ഒരുപാട് പെറ്റൽസൊക്കെയുള്ള നല്ല താമര വൈറ്റ് പിയോണി. ഇതൊരു കർണ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്, കർണ. അതും സാമാന്യം ഹൈറ്റൊക്കെ വെച്ച് പിടിക്കുന്നതാണ് കർണ. എൻ്റെ മുട്ടകൾക്ക് ഇഷ്ടംപോലെ നിൽപ്പുണ്ട്, മുട്ടുകൾ അതൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഇതൊരു മൊസൈക്ക് പ്ലാന്റ് എന്ന് പറയുന്നൊരു വെറൈറ്റി ചെടിയാണ്. മൊസൈക്ക് പ്ലാന്റ് നല്ല രസമൊക്കെ കാണാൻ. പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് വെറ്റില പിടിച്ച് കിടക്കുന്നത്. വെറ്റില ചെറിയ വെറ്റിലയാണ്, ഈ അമ്പലത്തിലൊക്കെ കെട്ടിക്കൊടുക്കുന്ന വെറ്റിലയാണ്. ഇത് ബുച്ച എന്ന് പറയുന്നത് വെറൈറ്റിയാണ്. ബുച്ച നല്ല താമരയാണ് ബുച്ച. പിന്നെ അത് ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ച് നിൽക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കുറേ പിടിച്ച് പറിച്ചു. ഇനി ഇതൊരെണ്ണം പഴുത്ത് നല്ല വലിയ ഇത് തന്നെ. പിന്നെ അടുത്ത പൂവും ഇട്ട് വരുന്നുണ്ട്. ഉണ്ടോ, പൂവിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തൊരു താമര കാണിച്ചു തരാം. ഇത് സാത്താ ബോങ്കറ്റ എന്ന് പറയുന്ന വലിയ സൈസ് താമര, നല്ല വലിപ്പമുള്ള താമര സാത്താ ബോങ്കറ്റ. ഇത് യെല്ലോ പിയോണി, യെല്ലോ പൂവാണ്. ഇത് ഭയങ്കര ഡിമാൻഡാണ്, പക്ഷേ ഇത് പിടിച്ച് കിട്ടാൻ വലിയ പാടാണ്.